സംസ്ഥാനത്തെ 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് അവധി. അവധി തരൂ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടുക്കി ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ കമന്റിന്റെ പ്രവാഹമാണ്. സമീപ ജില്ലകൾക്കെല്ലാം അവധി നൽകിയിട്ടും ഇടുക്കിക്ക് അവധി നൽകാത്തതിലാണ് കുട്ടികൾക്ക് ചിലർക്ക് വിമർശനം. കമന്റുകളിൽ പ്രതിഷേധവും അപേക്ഷയും വിമർശനവും ഒക്കെയുണ്ട്. ഇതെവിടെ പോയിരിക്കുക കളക്ടർ സാറ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഇടുക്കിയിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് രാഹുലിനോടൊന്ന് ചോദിക്കാം. രാഹുൽ ഇടുക്കിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ് രാഹുൽ. എന്താണ് ഇടുക്കിയിലെ അവസ്ഥ? ഇടവിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ടെന്ന് കേട്ടു. കുട്ടികളൊക്കെ പറയുന്ന പോലെ അവധി കൊടുക്കത്തക്ക ഒരു കനത്ത മഴ പെയ്യുന്നുണ്ടോ? രാഹുൽ കുടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നല്ല മഴയുണ്ടായിരുന്നോ? അവധി കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് രാഹുലിന് തോന്നുന്നുണ്ട്. രാഹുൽ പറഞ്ഞിട്ട് വേണം കളക്ടർക്ക് അവധി കൊടുക്കാൻ. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്ന് പുലർച്ചെ അല്പം മഴ കുറവായിരുന്നു, പക്ഷെ ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. ഇപ്പോൾ വീണ്ടും ശക്തമായിട്ടുള്ള മഴ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവധി കൊടുക്കാത്തതിൽ വലിയ വിമർശനങ്ങളുണ്ട്, അപേക്ഷയുണ്ട്. ഇതിലും ഭേദം പഴയ കളക്ടർ ആയിരുന്നു എന്ന കമന്റുകളുണ്ട്. ഒരു അവധി തന്നാൽ മലയൊന്നും ഇഴിഞ്ഞു വീഴില്ല കളക്ടർ ബ്രോ എന്ന് പറയുന്ന കമന്റുകളുണ്ട്. വളരെ മോശമായി പോയി അവധി തരാത്തത് എന്ന കമന്റുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കമന്റുകളാണ്. എന്തായാലും കോട്ടയത്തും ആലപ്പുഴയിലും എറണാകുളത്തൊക്കെ അവധി കൊടുത്ത സ്ഥിതിക്ക് ഇടുക്കിയിലും അവധി കൊടുക്കായിരുന്നു എന്നതാണ് ഒരു ഇടുക്കിക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു വികാരം. കാരണം മലയുടെ ശക്തമായിട്ടുള്ള മഴയുണ്ട്. അതുകൂടാതെ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ തുടരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രാവിലെ വിദ്യാർത്ഥികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്താണ് ശക്തമായിട്ടുള്ള മഴ ഇടുക്കിയിലെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്നത്. അപ്പോൾ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം കൂടി ഒരു മുൻകരുതൽ നൽകേണ്ട ജില്ല കൂടിയാണ് ഇടുക്കി. അതുകൊണ്ട് ഇടുക്കിക്ക് ഒരു അവധി നൽകായിരുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയപാതയിലൊക്കെ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. അതുകൊണ്ട് ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ തന്നെ ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഉത്തരവിന്റെ കൂടെ ഇടുക്കിക്ക് അവധി നൽകുന്നു എന്നൊരു ഉത്തരവ് കൂടി ഇറക്കായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് മാതാപിതാക്കളും കുട്ടികളും അടക്കം ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തികൾക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിരോധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ജില്ലാ ജിയോളജിസ്റ്റ്, കൂടാതെ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകളോട് നിലവിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി നാളെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ കളക്ടർ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പാമ്പള അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്നലെ രാത്രി 10 മണി മുതൽ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ മഴ ശക്തമായതിന്റെ ആശ്വാസം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം ഡാമുകളിലൊക്കെ വെള്ളം ഉയരേണ്ടത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് മഴ പെയ്യുന്നത് ഒരു ഭാഗത്ത് ആശ്വാസമാണ്, മറുഭാഗത്ത് ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു രാഹുൽ. അപ്പോൾ നല്ല മഴയാണ് ഇടുക്കിയിലും. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴ കനക്കും എന്നാണ് മുന്നറിയിപ്പുള്ളത്. കളക്ടർ അവധി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അത് തീരുമാനിക്കേണ്ടത് കളക്ടറാണ്. അപ്പോൾ കളക്ടർക്ക് അറിയാം എപ്പോൾ അവധി കൊടുക്കണം വേണ്ട എന്നുള്ളത്.